CPM വർഗീയ പ്രചാരണം നടത്തുന്നത് പരാജയ ഭീതി കാരണമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ലീഗ് ഒരിക്കലും മതം പറഞ്ഞ് പ്രചാരണം നടത്തില്ല. FCRA കൊണ്ടുവരുന്നത് ദുരുദ്ദേശപരമെന്നും അങ്ങനെയല്ല എന്നും മോദി പറയുന്നത് തിരഞ്ഞെടുപ്പ് ആയതിനാലാണ് എന്നും കുഞ്ഞാലിക്കുട്ടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞ പ്രതികരണം. കോഴിക്കോട് എന്തായാലും 6-7 വരെ പറയുന്നുണ്ട്. എന്താ ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. മലപ്പുറത്ത് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി ഈസ്റ്റർ ദിനത്തിൽ സെന്റ് ഫെറോന പള്ളിയിൽ ഇവിടെ ആശംസ വിശ്വാസികളെ കാണാൻ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ പതിവായിട്ട് വരാറുണ്ടോ? ഇങ്ങനെ എല്ലാ വർഷവും? ഒരു വർഷം മുടങ്ങിയിട്ടില്ല. എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട്. ഈസ്റ്ററിനോ ക്രിസ്മസിനോ മന്ത്രിയാകുന്ന കാലത്തും ഒക്കെ വരും. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ വോട്ടും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമല്ലോ. UDFന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ സഭാ വിശ്വാസികളുടെ? എല്ലാ സർവേയും അസ്ഥാനത്താണ് എന്നുള്ളത് ഞങ്ങൾ തെളിയിക്കും. വളരെ പിശുക്കി 1-2 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മാതൃഭൂമിയൊക്കെ ഞങ്ങൾക്ക് തന്നത്. പക്ഷേ അത് തന്നതിന് തന്നെ വളരെ നന്ദിയുണ്ട്. ഭൂരിപക്ഷം LDFനാണെന്ന് സമ്മതിച്ചല്ലോ, അത്രയും നന്നായി. പക്ഷേ ഞങ്ങളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് ഈ തവണ മനസ്സിലാവും. പാർലമെന്റ് ഇലക്ഷന്റെ ട്രെൻഡാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം കമ്മ്യൂണൽ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് സുഖകരമാകുമോ? എത്രത്തോളം അഭിലഷണീയമാണ്? അല്ല, അത് അവരാലോചിക്കേണ്ട കാര്യമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി അന്തരീക്ഷം മോശമാക്കുന്നവർ, അതും ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവരാണ് ചിന്തിക്കേണ്ടത്. അവർ വേറെ ആരെങ്കിലും ഇത് ചെയ്തായി കേട്ടിട്ടുണ്ടോ? അവരാണ് എല്ലാ സമയം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം പരാജയഭീതി വരുമ്പോൾ അവർ ചെയ്യുന്നൊരു പണിയാണ്. അത് അങ്ങനെ ഒരു ആശങ്കയിലേക്ക് CPM പോയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതിൻ്റെ ഒരു വലിയ ആശങ്കയിലാണ് അവരുള്ളത്. വലിയ ആശങ്കയിൽ. അതുകൊണ്ടാണ് ഇത് വരുന്നത്. എവിടെ പരാജയ ഭീതി വന്നാലും അവരിങ്ങനെ ചെയ്തിരിക്കും. അതെപ്പോഴും ഉള്ളതാണ്. ലീഗിനെതിരെ തിരിച്ചൊരു പ്രചരണം നടക്കുന്നുണ്ട്. ചില വീഡിയോകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടാണ്, അതായത് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലീഗ് വോട്ട് ചെയ്യും. ഇന്നലെ ഇപ്പം കാസർഗോഡ് അത്തരത്തിലൊരു ഒരിക്കലും ഉണ്ടാവില്ല. ലീഗ് അതിൽ കോംപ്രമൈസ് ചെയ്യാത്തൊരു പാർട്ടിയാണ്. ആരെവിടെ ലീഗ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റും അത് കളവായിരിക്കും. ഓൾ ഇന്ത്യ തലത്തിൽ നോക്കിയാൽ ഈ കാര്യത്തിൽ ഈ ബില്ല് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാവർക്കും അറിയാം. ചില ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ ഒരു വിഷയം മതപരിവർത്തനത്തിന് ഇടയാക്കുന്നു, അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അതെല്ലാവർക്കും അറിയാം എന്ത് ദുരുദ്ദേശം ഈ ബില്ലിൻ്റെ പിറകിലുണ്ട് എന്ന്. അവരിപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഏതായാലും കുഞ്ഞാലിക്കുട്ടി പ്രചരണ രംഗത്താണ്. അതിനിടയിലാണ് ഇപ്പോൾ പള്ളിയിലെത്തി ഈസ്റ്റർ ദിവസത്തിൽ ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അനീഷ് തൊട്ടക്കാടിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി.